ജനസമ്മതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് അങ്ങനെ കുതിച്ചുയരുകയാണ്. അതേസമയം വോട്ടുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ തെളിവും ഡേറ്റകളും സഹിതം ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനും പരോക്ഷമായിട്ട് ഭീഷണിപ്പെടുത്താനും മുതിർന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിച്ഛായ താഴോട്ടിടിഞ്ഞ് ഏതാണ്ട് കുപ്പത്തൊട്ടിയിൽ വീണ് കിടക്കുകയാണ്. 7 ദിവസത്തിനകം രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകുകയോ അല്ലെങ്കിൽ രാജ്യത്തോട് സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുകയോ ചെയ്യണമെന്നാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ സർവാധികാരിയായ ജ്ഞാനേഷ് കുമാർ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ കൽപ്പിച്ചത്. ഇതിലേതെങ്കിലും ഒന്ന് രാഹുൽ ഗാന്ധി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ അദ്ദേഹം ഇതുപോലൊരു കൽപ്പന ഇറക്കിയ എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷെ രാഹുൽ ഗാന്ധി ഇത് രണ്ടും ചെയ്യാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം ബീഹാറിൽ ഒരു ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വോട്ടുകളിലേക്കെതിരായിട്ട് ജനങ്ങളുടെ വികാരം ഉണർത്തിക്കൊണ്ടുള്ള ഒരു യാത്ര. അതിനിടയിൽ ജ്ഞാനേഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്ക് ചെവിയോർക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹം വാസ്തവത്തിൽ എന്താണ് ചെയ്തത്? ഒരു ജനാധിപത്യ സമ്പ്രദായത്തിന്റെ അടിത്തറയായി മാറേണ്ട വോട്ടർ പട്ടികയിൽ വലിയ മായം കലർത്തിയത് സംബന്ധിച്ച്, കൃത്രിമത്വം നടത്തിയത് സംബന്ധിച്ച് അദ്ദേഹം തെളിവ് സഹിതം ജനങ്ങളുടെ മുമ്പിൽ, രാജ്യത്തിന് മുമ്പിൽ അത് വെളിപ്പെടുത്തി. അതിന് മറുപടി പറയാനോ അതിന്മേലൊരു വിശദീകരണം പറയാനോ അല്ലെങ്കിൽ ആ പരാതികളിന്മേലൊരു അന്വേഷണം നടത്താനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? ജനങ്ങളുടെ ഇടയിലേക്ക് നീങ്ങി. അദ്ദേഹം ബീഹാർ ആദ്യം തെരഞ്ഞെടുത്തത് അവിടെ മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, അവിടുത്തെ വോട്ടർ പട്ടികയിൽ വലിയ കൃത്രിമത്വങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക ഇലക്ഷൻ കമ്മീഷന്. ഇതിനകം 65 ലക്ഷം പേരെ അതിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞു. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നുള്ളൊരു പേരില്. അതൊക്കെ BJPക്ക് ലഭിക്കുകയില്ല എന്ന് ഉറപ്പുള്ള വോട്ടുകളാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ബീഹാറിൽ അദ്ദേഹം RJD നേതാവ് തേജസ്വി യാദവിനൊപ്പം ഒരു വലിയ ജൈത്രയാത്ര അല്ലെങ്കിൽ ജനാഭിമുഖ്യ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറെ നമ്മുടെ കേരളയിൽപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഭൂരിഭാഗം സമയവും പല തസ്തികകളിലായി ഡൽഹിയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമ്മുടെ കൈവശമില്ല. പക്ഷെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഡൽഹി ജീവിതത്തിനിടയ്ക്ക് അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായിട്ട് അടുത്ത് പരിചയപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനവസരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുകയില്ല. പക്ഷേ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനം കിട്ടിയതിന് ശേഷമെങ്കിലും അദ്ദേഹം അതിന് തയ്യാറാവേണ്ടതായിരുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഏത് തരത്തിലുള്ളൊരു മനുഷ്യനാണെന്ന് അറിയണമല്ലോ. അതൊന്ന് ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷേ കൽപ്പാന്തകാലത്തോളം ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് BJP ആണെന്ന് വിശ്വസിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ പറ്റി പഠിച്ചിട്ടെന്താ കാര്യം, മനസ്സിലാക്കിയിട്ടെന്താ കാര്യം? അങ്ങേക്ക് മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ട് പറയുക. രാഹുൽ ഗാന്ധി താങ്കൾ കണക്കാക്കുന്ന ഒരാളൊന്നുമല്ല. അയാൾ നിങ്ങളൊരു തീട്ടൂര ഉറക്കിയാൽ, ഒരു പത്രസമ്മേളനം നടത്തി ചില ഉത്തരവുകൾ അങ്ങോട്ട് പുറപ്പെടുവിച്ചാൽ അതനുസരിച്ച് നിൽക്കുന്ന ഒരാളല്ല. അല്ലെങ്കിൽ അത് കേട്ടിട്ട് ഓടി വന്ന് സാഷ്ടാംഗം വീഴുന്ന ഒരാളല്ല രാഹുൽ ഗാന്ധി. അതെങ്കിലും താങ്കൾ മനസ്സിലാക്കണ്ടേ? അതുപോലൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാ. 3 തലമുറകള് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു കുടുംബം, 2 ബലിദാനികളെ ഇന്ത്യക്ക് നൽകിയ ഒരു കുടുംബം. ആ ചോരയാണ് രാഹുൽ ഗാന്ധിയുടെ സിരകളിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് ജ്ഞാനേഷ് കുമാർ സാറേ, താങ്കൾ ഈ BJP സർക്കാരിന്റെ സമസ്ത അധികാരങ്ങളും ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ പാഠം പഠിപ്പിക്കാൻ വന്നാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധി നിങ്ങൾക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബീഹാറിലെ ഗ്രാമങ്ങളിലൂടെ ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ ഓരോ വീഴ്ചകളും എണ്ണി പറയുകയാണ്. നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ ആളുകളോട് അദ്ദേഹം സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ സംസാരിക്കുന്ന ആളുകളെ അവരൊന്നും വോട്ടർ പട്ടികയിലില്ല. അവരൊക്കെ ഇന്ത്യക്കാരാണ്, പക്ഷേ വോട്ടർ പട്ടികയിലില്ല. താങ്കൾ എന്താണ് ബീഹാറിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിരുന്ന നിർദ്ദേശം? ആധാർ കാർഡ്
ഒരാൾ ഇന്ത്യക്കാരനാണെന്നുള്ളതിന്റെ പ്രമാണപത്രമായിട്ട് സ്വീകരിക്കേണ്ട. അതുപോലെ താങ്കളുടെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വോട്ടർ ID, ആ വോട്ടർ ID ഉപയോഗിച്ച് മുൻ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരാണ് ഇവര്. ആ വോട്ടർ ID പോലും അവരുടെ പൗരത്വത്തിനുള്ള ഒരു അടയാളമായി അല്ലെങ്കിൽ തെളിവായി സ്വീകരിക്കേണ്ട എന്നാണ്. അങ്ങനെ 65 ലക്ഷം പേരെയാണ് വെട്ടിമാറ്റിയത് ഇലക്ഷൻ കമ്മീഷന്. അവരിൽ പലരെയും അദ്ദേഹം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം മരിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 5 പേരോടൊപ്പം അദ്ദേഹം ചായ കുടിക്കുന്ന ചിത്രം ഇന്ത്യ മുഴുവൻ കാണുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പ്രധാനമന്ത്രി മോദി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണെന്നാണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷേ കഴിഞ്ഞ ദിവസം താങ്കളുടെ പത്രസമ്മേളനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയത് ഇത് BJP വക്താവിന്റെ ഒരു പത്രസമ്മേളനമാണ് എന്നാണ്. ഇപ്പോൾ താങ്കളെ കാണുമ്പോൾ തോന്നുന്നത് പാന്റും കോട്ടും ഇട്ട JP നദ്ദ ആണെന്നാണ്. ഏതായാലും 7 ദിവസത്തിനകം സത്യവാങ്മൂലം നൽകാനോ രാജ്യത്തോട് മാപ്പ് പറയാനോ ഒന്നും രാഹുൽ ഗാന്ധിയെ കിട്ടുന്നില്ല. അപ്പോൾ അതിനൊരു വിശദീകരണം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഉത്തരവുകൾ അനുസരിക്കാതിരുന്നതിന് അദ്ദേഹത്തിനുള്ള ശിക്ഷ വിധിക്കാൻ താങ്കൾ ഇനിയും ഒരിക്കൽ കൂടി ഒരു പത്രസമ്മേളനം വിളിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചുകൂടൊക്കെ ഒരു മയമാവാം, ധാർഷ്ട്യം അല്പം കുറയ്ക്കാം. ജനങ്ങളോടാണ് താങ്കൾ സംസാരിക്കുന്നത് എന്നൊരു ബോധ്യം ഉള്ളത് നല്ലതാണ്. അതുപോലെ താങ്കളാണ് ഈ രാജ്യത്തിന്റെ പരമാധികാരി എന്നൊന്നും കരുതേണ്ട ആവശ്യവുമില്ല. ഭീഷണിയും പരിഹാസവും ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഈ സത്യവാങ്മൂലം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം ഓർത്തത്. രാഹുൽ ഗാന്ധി ചില ആളുകളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു, ഇലക്ഷൻ രേഖകളൊക്കെ പുറത്തുകാട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അങ്ങ് അദ്ദേഹത്തിനെതിരായിട്ട് ചില ശിക്ഷാവിധികളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം താങ്കളുടെ പത്രസമ്മേളനത്തിന് 2 ദിവസം മുമ്പ് BJP നേതാവ് അനുരാഗ് താക്കൂർ ഇതുപോലൊരു പത്രസമ്മേളനം നടത്തിയല്ലോ. അപ്പൊ താങ്കളുടെ പത്രസമ്മേളനത്തിൽ അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടായി. അനുരാഗ് താക്കൂറിനും ഈ നിർദ്ദേശം കൊടുക്കേണ്ടതല്ലേ, നോട്ടീസ് നൽകേണ്ടതല്ലേ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തതുപോലെ? 7 ദിവസത്തിനകമോ 14 ദിവസത്തിനകമോ ഈ സത്യവാങ്മൂലത്തോടുകൂടി ഒരു പ്രസ്താവന നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തോ എന്നൊരു ചോദ്യം പത്രസമ്മേളനത്തിൽ ഉണ്ടായപ്പോൾ താങ്കൾ നിശബ്ദത പാലിച്ചു, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും താങ്കൾ അത് ചെയ്തിട്ടില്ല. നിങ്ങൾ രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം ഒരു സത്യം വെളിപ്പെടുത്തിയപ്പോൾ ചെയ്ത നടപടികൾ എന്തുകൊണ്ട് BJP നേതാവ് അനുരാഗ് താക്കൂർ അതുപോലൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അതേ നിലപാട് എടുക്കുന്നില്ല? അതിനാണ് സാർ ഈ പക്ഷാഭേദം എന്ന് പറയുന്നത്. അത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പാടില്ല, ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന് പോലും പാടില്ല, സർക്കാർ ഓഫീസിലെ ഒരു പ്യൂണിന് പോലും പാടില്ല. അപ്പോൾ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഒട്ടും പാടില്ല. താങ്കൾ ഇപ്പോഴും അനുരാഗ് താക്കൂറിന് നോട്ടീസ് നൽകാൻ തയ്യാറായിട്ടില്ല. അതിലെ വേർവൃത്തി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കും അതുപോലെ ഇതുപോലെ ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലയ്ക്കും താങ്കൾക്ക് ജനങ്ങളോട് ഉണ്ടായിരിക്കേണ്ട കമ്മിറ്റ്മെന്റ് അതിപ്പോൾ കാണുന്നില്ല, അതിവിടെ കാണുന്നില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കും? അവരാണല്ലോ ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തുക. നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ കേട്ട സ്വരം BJPയുടേതായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നിഷ്പക്ഷമാണെന്ന് പറയാൻ സാധിക്കുക? താങ്കൾ നടത്തിയ പത്രസമ്മേളനം വളരെ ഭംഗിയായിട്ട് നടത്താവുന്ന ഒന്നായിരുന്നു. ആരെയും പരിഹസിക്കാതെ ഭീഷണിപ്പെടുത്താതെ കമ്മീഷന്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് ദാ ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം വന്നിരിക്കുന്നു, ഞങ്ങളത് പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നടത്താവുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു അത്. പക്ഷേ അങ്ങനെ ഭംഗിയായി നടത്തേണ്ട എന്ന തീരുമാനവുമായിട്ടാണ് താങ്കൾ വന്നത്. അത് കണ്ടവർക്കെല്ലാം ബോധ്യമായിട്ടുമുണ്ട്. 2019 ആഗസ്റ്റിൽ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ജ്ഞാനേഷ് കുമാർ എന്നാണ് പറയുന്നത്. അന്ന് അദ്ദേഹം അമിത്ഷായുടെ കീഴില് ആഭ്യന്തര വകുപ്പില് അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം പാർലമെന്ററി വകുപ്പിൽ കുറെ കാലം പ്രവർത്തിച്ച ശേഷം അദ്ദേഹം അമിത്ഷായുടെ തന്നെ കീഴിലുള്ള സഹകരണ വകുപ്പിലേക്ക് സെക്രട്ടറി ആയിട്ട് മാറി. അവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം IAS-ൽ നിന്ന് വിരമിച്ചത്. അക്കാലത്ത് ഇദ്ദേഹത്തെ ജമ്മു കാശ്മീർ ഗവർണറാക്കുമെന്ന് IAS വൃത്തങ്ങളിൽ ഒരു സംസാരം
ഉണ്ടായിരുന്നു. പക്ഷെ BJP ഗവൺമെന്റ് അദ്ദേഹത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടാണ് നിയമിച്ചത്. ഒരുപക്ഷെ ജമ്മു കാശ്മീരിൽ അദ്ദേഹത്തെ ഗവർണറായി വിടുന്നതിനേക്കാൾ പ്രയോജനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ കമ്മീഷണറായി നിയമിക്കുന്നതായിരിക്കും എന്ന് ഒരുപക്ഷെ ഗവൺമെന്റ് കരുതിയിട്ടുണ്ടാവും. അപ്പോൾ അതറിഞ്ഞ് പ്രവർത്തിക്കണമല്ലോ ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ ഒരു ഇംപീച്ച്മെന്റ് ഭീഷണിയെ നേരിടുക. ഇലക്ഷൻ കമ്മീഷണർമാരെ മാറ്റാൻ വരെ വഴിയില്ല, ഇംപീച്ച്മെന്റ് മാത്രമേ ഉള്ളൂ. പാർലമെന്റിലെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്ന് കുറ്റവിചാരണ നടത്തി അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്ന ആളിനെ ഒഴിവാക്കാം. ഇന്ത്യ സഖ്യം ഏതാണ്ട് അതിന് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ അവർക്കറിയാം ആ ഇംപീച്ച്മെന്റ് പ്രമേയം 2 സഭകളിലും പാസ്സാകാനുള്ള യാതൊരു നമ്പേഴ്സും പ്രതിപക്ഷത്തിനില്ല. നമ്മുടെ ഇപ്പോഴത്തെ വ്യവസ്ഥകൾ അനുസരിച്ച് ഓരോ സഭയിലെയും അംഗസംഖ്യയുടെ ഭൂരിപക്ഷവും ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 3/2 ഭൂരിപക്ഷവും ഈ പ്രമേയത്തിന് ലഭിച്ചാൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. 2 സഭകളും പാസ്സാക്കുകയും വേണം. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇംപീച്ച്മെന്റിനെ നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യം ആയിരിക്കില്ല. അതിനാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഐഡിയോ ആധാർ കാർഡോ സ്വീകരിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിരുന്നത്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ID സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത്? കാരണം കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത പലരെയും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരെ, അവരിൽ പലരെയും ഈ പട്ടികയിൽ നിന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു. അത് ഗവൺമെന്റിന്റെ നിർബന്ധമായിരുന്നു, ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ വോട്ടർ ID പോലും ഒരാളിന്റെ പൗരത്വത്തിന്റെ തെളിവായിട്ട് സ്വീകരിക്കുകയില്ല എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ഇപ്പൊ അതാ സുപ്രീം കോടതി വിധി വന്നതിനെ തുടർന്ന് ആധാർ കാർഡ് സ്വീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകി കഴിഞ്ഞു. വാസ്തവത്തിൽ ഇതൊക്കെ ഒരു പരാജയമല്ലേ? ഈ ഇലക്ഷൻ കമ്മീഷൻ ഒപ്പം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്ര വലിയ ഭൂരിപക്ഷമൊന്നും നേടിയല്ല ഈ NDAയും അല്ലെങ്കിൽ BJPയും ഒക്കെ ഈ രാജ്യം ഭരിക്കുന്നത്. BJPക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷമില്ല. TDPയുടെയും JDUവിന്റെയും പിന്തുണ കൊണ്ടാണ് ഭരിക്കുന്നത്. 42.5% മാത്രമാണ് NDAയ്ക്ക് കിട്ടിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിനാകട്ടെ 40.6% വോട്ടുകൾ ലഭിച്ചു. ഏതാണ്ടൊക്കെ തുല്യമാണ്. അപ്പൊ താങ്കള് അവിടെ ഇരിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കണക്കുകൾ മനസ്സിൽ ഓർക്കുന്നത് നന്നായിരിക്കും. BJPക്ക് വേണ്ടി വേലയെടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ യാതൊരു സംശയം വേണ്ട, ഇന്ത്യയുടെ ജനസംഖ്യയിൽ പകുതിയെങ്കിലും താങ്കൾക്ക് എതിരാണെന്നുള്ളത് ഒരു ഓർമ്മ വേണം. അവരത്രയും വോട്ടുകൾ നടന്നുവെന്ന് വിശ്വസിക്കുന്നവരാണെന്നും ചിന്തിക്കണം. ഇത് BJPക്കാർ മാത്രമുള്ള ഒരു രാജ്യമല്ല. വിവിധ പാർട്ടികളിൽ, അതാ ഞാൻ പറഞ്ഞത്, 40%-ലേറെ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ സ്ഥാനത്തിരിക്കുമ്പോൾ താങ്കൾ പ്രവർത്തിക്കേണ്ടത്. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ്, പ്രതിച്ഛായയുടെ ഗ്രാഫ് അനുദിനം ഉയരുകയാണെന്നാണ് ദൈനംദിന സംഭവ വികാസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ബീഹാറിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തേജസ്വി യാദവ് മൊത്തം ഒരു ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഈ യാത്രക്കിടയിൽ വോട്ട് നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകളോട് സംവദിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ബീഹാറിലെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊന്നും കോൺഗ്രസിന് ഇപ്പോൾ അത്ര വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളൊന്നും അല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് 10,000-കണക്കിന് ആളുകൾ ഈ വഴിയോരങ്ങളിൽ തടിച്ചുകൂടുന്നുണ്ട്. BJPക്ക് പോലും അദ്ദേഹം പറയുന്നതിനെ തള്ളിപ്പറയാനാവാത്ത സ്ഥിതിയാണുള്ളത്. അല്പം പിന്നോട്ട് ചിന്തിച്ചാൽ ഈ ജാതി സെൻസസ് അത് രാഹുൽ ഗാന്ധിയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. BJPയും RSSും അതിനെതിരായിരുന്നു. പക്ഷെ അവസാനം ജാതി സെൻസസ് അംഗീകരിക്കാൻ മോഡി സർക്കാർ 52 ഇഞ്ച് തയ്യാറായി. അതുപോലെയാണ് GSTയുടെ ഘടനയിൽ മാറ്റം വരുത്തണമെന്നുള്ള ആവശ്യം. അതും രാഹുലാണ് ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിച്ചത്. അതിനിപ്പോൾ ഗവൺമെന്റ് തയ്യാറായിരിക്കുകയാ. അപ്പോ രാഹുൽ ഗാന്ധി അങ്ങനെ തള്ളിപ്പറയാൻ പറ്റുന്ന ഒരാളല്ലെന്ന് BJP ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നു. പണ്ട് പരിഹസിച്ച് അങ്ങ് തീർത്തു കളയാമെന്ന് വിചാരിച്ചതാ. ഇപ്പോഴങ്ങനെയല്ല. പറഞ്ഞല്ലോ, ഈ വോട്ടുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ, അതിന്റെ സത്യം
ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയതോടെ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ അദ്ദേഹം ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുക. അത് മാത്രമല്ല, അത്ര വലിയ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരുടെ യുവതലമുറയുടെ മനസ്സിലേക്കും അദ്ദേഹം നടന്നു കയറുന്നു. പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് രാഹുൽ അവർക്ക് നൽകുന്നത്.